ഹലോ, നോളജ് വേൾഡ് എന്ന് പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കുളംസ് ലോ എന്ന് പറഞ്ഞൊരു ലോയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് കുളംസ് ലോ എന്ന് പറയുന്നത്? നമുക്കറിയാം, കുളംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ two stationary charges is proportional to q1 and q2 and inversely proportional to square of the distance between them. ഇതാണ് ലോ പറയുന്നത്. ഞാൻ ജസ്റ്റ് ആ ലോ ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ഈ ലോ എന്താണെന്നുള്ളത്, നിങ്ങൾക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയും. ഇപ്പം ഞാൻ ഇവിടെ രണ്ട് ചാർജസിന് ഞാനിവിടെ പ്ലേസ് ചെയ്യാണ്. രണ്ട് ചാർജസിന് ഈ ചാർജസിന് നമുക്ക് പേര് കൊടുക്കണമല്ലോ. എന്താ പേര്? Q1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാർജസിന് ഞാൻ Q1 പേര് കൊടുത്തു. സെക്കൻഡ് ചാർജിന് ഞാൻ എന്ത് പേര് കൊടുത്തു? Q2 എന്ന് പറഞ്ഞാൽ പേര് കൊടുത്തു. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഞാൻ R എന്നെടുത്തു. മനസ്സിലായോ? അപ്പോൾ ഒരു ചാർജിനെ ഞാൻ ഇവിടെയും വെച്ചു, ഒരു ചാർജിനെ ഇവിടെയും വെച്ചു. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R എന്ന് വെച്ചാൽ ഈ R എന്ന് പറഞ്ഞാൽ എന്താ സൂചിപ്പിക്കുന്നത്? R എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസ്റ്റൻസ് 1 സെൻറ്റിമീറ്റർ ആവാം, 2 സെൻറ്റിമീറ്റർ ആവാം, 10 സെൻറ്റിമീറ്റർ ആവാം, 30 സെൻറ്റിമീറ്റർ, എത്ര വേണമെങ്കിലും ആവാം. നമുക്ക് ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനെയാണ് R സൂചിപ്പിക്കുന്നത്. R ഈക്വൽ ടു ഒരു വാല്യൂ ഉണ്ട് അവിടെ. ഇനി Q1 Q2 എന്ന് പറയുന്നത് ചാർജാണ്. അത് 1 കുളാവാം, 2 കുളാവാം, 3 കുളാവാം, എന്ത് വേണമെങ്കിലും ആവാം. ചിലപ്പോൾ ഇത് 1 കുളം, 1 കുളം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വാല്യൂസ് നമുക്ക് അവിടെ കൊടുക്കാം. അപ്പോൾ രണ്ട് ചാർജസിനെയാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചേക്കുന്നത്. ഇനി ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, ഇപ്പോൾ ഈ രണ്ട് ചാർജസും പോസിറ്റീവാണോ നെഗറ്റീവാണോ, അല്ലെങ്കിൽ ആ ചാർജിൻ്റെ നേച്ചർ എന്താണ് എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് വരാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ചാർജ് പോസിറ്റീവാണെന്ന് വിചാരിക്കാം, ഈ ചാർജും പോസിറ്റീവാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാവില്ലേ? എന്ത് ഫോഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക? അട്രാക്റ്റീവ് ഫോഴ്സ് ആണോ റിപ്പൾസീവ് ഫോഴ്സ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. രണ്ട് ഒരേപോലത്തെ ചാർജസ് ആണെങ്കിൽ, എന്ന് വെച്ചാൽ പോസിറ്റീവും ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ത് ഫോഴ്സ് ആയിരിക്കും? റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. അതേസമയം രണ്ട് ചാർജസും, ഇപ്പോൾ രണ്ട് ചാർജസും ഡിഫറെൻ്റ് ആണെങ്കിൽ, എന്ന് വെച്ചാൽ പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിൽ അത് അട്രാക്റ്റീവ് ആയിരിക്കും. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്താ അതിൽ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ച്? ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. അതാണല്ലോ നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇത് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് റിപ്പൾസീവ് ഫോഴ്സ് ആണ്. അതേസമയം ഇതിപ്പോൾ പോസിറ്റീവ്, ഞാനിപ്പോൾ ഇതെടുക്കുകയാണ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്താ? ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഇനി ഞാൻ പറയാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം എന്താ? റെസ്റ്റിലായിരിക്കുക അല്ലെങ്കിൽ സ്റ്റേഷനറി. റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി, എന്താ പറയുക, സ്ഥിരമായിട്ട് അവിടെ നിൽക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ? റെസ്റ്റിലായിരിക്കുക. അപ്പോൾ റെസ്റ്റിലായിരിക്കുന്ന ചാർജസിന് ഉണ്ടാവുന്ന ഫോഴ്സ്, ആ ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഫോഴ്സ് അറ്റ് റെസ്റ്റിലായിരിക്കുമ്പോൾ ചാർജസ് ഉണ്ടാവുന്ന ഫോഴ്സ്. ഇനി നമ്മൾ എന്താണ് നമുക്ക് പറയാൻ? അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ഇക്വേഷൻ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ലോയിൽ നിന്ന് അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റേഷനറി ചാർജസ്, ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഞാൻ എഴുതി. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റേഷനറി ചാർജസ്, അതാണ് എഫ് എന്ന് ഞാൻ എഴുതിയത്. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇത് പ്രൊപ്പോർഷണാലിറ്റിനെ കാണിക്കുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 ആൻഡ് Q2 എന്ന് വെച്ചാൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രൊഡക്റ്റ് ഓഫ്, ചാർജുകളുടെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താ? Q1 ഇൻറ്റു Q2 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് inversely proportional to square of the distance between them. Inversely proportional to square of the distance between them എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് ചാർജുകളുടെ പ്രൊഡക്ട്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ
അവരുടെ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. മനസ്സിലായോ? അപ്പം എഫ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു Q1 ഇൻറ്റു Q2 ആൻഡ് എഫ് ഈസ് പ്രപ്പോർഷണൽ ടു 1/r². ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒരുമിച്ച് എഴുതാം. എങ്ങനെ നമ്മൾ ഒരുമിച്ച് എഴുതാം? എഫ് എന്ന് പറയുന്നത് ആദ്യം എഴുതി ഞാൻ Q1, എഫ് ഈസ് പ്രപ്പോർഷണൽ ടു Q1 ഇൻറ്റു Q2. പിന്നെ ഉണ്ട് ആരടുത്തുള്ള ഈസ് പ്രപ്പോർഷണൽ ടു, പിന്നെ ആരുണ്ടായിരുന്നു ഇൻറ്റു 1/r². ഞാനിപ്പോൾ ഇങ്ങനെ എഴുതിയത് നിങ്ങൾ വിചാരിക്കും എന്തിനും ഇങ്ങനെ എഴുതാൻ നിൽക്കണേ, ഇത് എന്നിട്ട് നമ്മൾ ഒറ്റയടിക്കാൻ കൂടെ എഴുതിയാൽ പോരെ എന്ന് ചിന്തിക്കും. പക്ഷെ ഇത് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചെറുതാക്കി ഞാൻ ഈ ഒരു സ്റ്റെപ്പും കൂടി ഞാൻ എഴുതിയത്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? ഒരുമിച്ച് എങ്ങനെ എഴുതാം? എഫ് ഈസ് പ്രപ്പോർഷണൽ ടു Q1 Q2/r². അല്ലേ? അപ്പോൾ എഫ് ഈസ് പ്രപ്പോർഷണൽ ടു Q1 Q2/r². ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പ്രപ്പോർഷണാലിറ്റി സൈൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഈക്വൽ ടു സൈൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റൻറ്റിന് സാധാരണ ആഡ് ചെയ്യും. അല്ലേ? കോൺസ്റ്റൻറ്റ് നമ്മൾ എപ്പോഴും എന്താ പറയുക? കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി. എപ്പോഴും യൂസ് ചെയ്യുന്ന ടേം ഏതായിരുന്നു? കെ എന്ന് പറഞ്ഞ ടേമാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. അപ്പോൾ നോക്കിയേ, എഫ് എന്ന് പറയണത് ഈക്വൽ ടു പ്രപ്പോർഷണാലിറ്റി സൈൻ അവിടെ മാറ്റിയിട്ട് അവിടെ എന്താക്കി? നമ്മൾ കെ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻറ്റിന് നമ്മളവിടെ ആഡ് ചെയ്തു. അപ്പോൾ കെ ഇൻറ്റു എന്ത് വരും? Q1 Q2/r². അല്ലേ? സംശയമുണ്ടോ അതിൽ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്ത് അവിടെ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റി അവിടെ ഈക്വൽ ടു സൈൻ നമ്മൾ ആഡ് ചെയ്തു. ഈക്വൽ ടു സൈൻ ഇടുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റൻറ്റിനെ നമ്മളവിടെ ചേർക്കണം. അതാണ് കെ എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ്. ഞാൻ അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി കെയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്. കെ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി ആണ്. അതിന് ഒരു വാല്യൂ ഉണ്ട്. കെയുടെ വാല്യൂ എന്താ? കെ ഈക്വൽ ടു 1/4πε0. ഇതിനെ വിളിക്കുന്ന ടേം ആണ് എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വേർഡാണ് എപ്സിലോൺ. പെർമിറ്റിവിറ്റീനെ കാണിക്കുന്നതാണ്. പെർമിറ്റിവിറ്റി അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ε0 അതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ മീനിങ് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ε0 എപ്സിലോൺ ഇട്ടിട്ട് താഴെ നമ്മളൊരു 0 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ε0 പെർമിറ്റിവിറ്റീനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി. അപ്പോൾ ഞാൻ അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇക്വേഷൻ 2 ഇക്വേഷൻ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കെയുടെ സ്ഥാനത്ത് ഇപ്പോൾ കെയ്ക്ക് നമുക്കൊരു വാല്യൂ കിട്ടി. കെയുടെ സ്ഥാനത്ത് നമ്മൾ എന്തിനെ ചേർക്കും? ഈ കെയുടെ സ്ഥാനത്ത് നമുക്ക് 1/4πε0 നമുക്ക് ചേർത്തൂടെ? അപ്പോൾ എങ്ങനെ കിട്ടും? എഫ് ഈസ് ഈക്വൽ ടു 1/4πε0. എപ്സിലോൺ എന്നാണ് കേട്ടോ ടേം, തെറ്റിക്കരുത്. ε0 Q1 Q2/r². ഞാനതിന് ഒരു ബോക്സിലാക്കി വെച്ചു. ഞാൻ അതിനൊരു ഇക്വേഷൻ നമ്പർ ഇപ്പോൾ എത്ര ഇടുക? 3 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഞാൻ ഇട്ടു. ഇനി നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. മാത്സിൽ എന്താ നിങ്ങൾ പൈയുടെ വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പൈയുടെ വാല്യൂ എന്താ? പൈ എന്ന് പറയുന്നത് നമുക്കറിയാം. പൈയുടെ വാല്യൂ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് 3.14 ആണ്. പൈ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 3.14 ആണ്. അതുപോലെ തന്നെ ε0ൻ്റെ വാല്യൂ നിങ്ങൾക്കറിയില്ല. എപ്സിലോണിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയില്ല. അതിൻ്റെ വാല്യൂ എന്താ? ഇസ് ഈക്വൽ ടു 8.85 അല്ലേ? അത് നിങ്ങൾ പഠിച്ചിട്ടില്ല. 8.854 ഇൻറ്റു 10⁻⁻12 കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇതാണ് അതിൻ്റെ വാല്യൂ. 8.854 10⁻⁻12. മനസ്സിലായോ? ഇനി അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്തത് നമ്മൾ എന്തിനാണ് ഇതിൻ്റെ വാല്യൂസൊക്കെ എടുത്തത്? നമുക്കിനി ഇതിനെ ഇപ്പോൾ 1/4πε0 നമുക്ക് ഒന്നുകൂടി, അതായത് ഈ പറഞ്ഞ മൂന്നാമത്തെ നമ്മുടെ ഇക്വേഷൻ ഇല്ലേ, നമ്മുടെ ഈ തേർഡ് ഇക്വേഷൻ നമ്മൾ എഴുതിയേക്കണ നമ്മുടെ ഈ തേർഡ് ഇക്വേഷനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈയുടെ വാല്യൂ ε0ൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കെ എന്ന് പറയുന്നത് എന്താ? 1/4πε0 ആണല്ലോ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/4ൻ്റെ സ്ഥാനത്ത് 4 എന്ന് എഴുതി ഇൻറ്റു പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 3.14 എന്ന് വരും.
ഇല്ലേ? പൈയുടെ വാല്യൂ വരുമ്പോൾ 3.14 എന്ന് വരും. ഇൻറ്റു പിന്നെ എന്താ, ഈ വാല്യൂയും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത് 8.854 ഇൻറ്റു 10⁻⁻12 എന്ന് പറഞ്ഞ വാല്യൂയും കൂടി നമ്മൾ എഴുതണം. ഇനി ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? 4 ഇൻറ്റു 3.14 ഇൻറ്റു 8.854 ഇൻറ്റു 10⁻⁻12 എന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നിട്ട് 1/, ആൻസർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കിട്ടും, ആൻസർ കിട്ടും. ഇപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 നമുക്ക് കിട്ടുന്നത് 9 ഇൻറ്റു 10⁻9 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ കെ എന്ന് പറയുന്നത് 1/4πε0 ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 9 ഇൻറ്റു 10⁻9. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ എഫ് ഇസ് ഈക്വൽ ടു, നമ്മളിപ്പോൾ ഇവിടെ എഴുതിയില്ലേ, എഫ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മളൊരു വാല്യൂ എഴുതിയില്ലേ ഇവിടെ, എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2/r². അപ്പോൾ ഇതിൽ 1/4πε0ൻ്റെ വാല്യൂ എന്താ? 9 ഇൻറ്റു 10⁻9 ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എഫ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1/4πε0ൻ്റെ സ്ഥാനത്ത് എഫ് ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻9 Q1 Q2/r². ഇപ്പം നമുക്ക് എത്ര ഇക്വേഷൻസ് കിട്ടി? എഫിന് മെയിനായിട്ട് നമുക്ക് 2 ഇക്വേഷൻസ് ആണ് കിട്ടിയത്. ഒന്ന് എഫ് ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻9 Q1 Q2/r² എന്ന് പറഞ്ഞൊരു ഇക്വേഷനും, രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 Q1 Q2/r². ഈ 2 ഇക്വേഷൻസ് ഞാൻ വീണ്ടും എടുത്തെഴുതാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ 2 ഇക്വേഷൻസ് ആണ്. എന്ന് വെച്ചാൽ പ്രോബ്ലംസിൽ നിങ്ങൾക്ക് എന്താ തരാമെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തരും, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ചാർജസ് തരും. അതായത് Q1ൻ്റെ വാല്യൂ ഇപ്പോൾ 1 കൂളം, ഇപ്പോൾ Q1 ഇസ് ഈക്വൽ ടു 1 കൂളം, Q2 ഇസ് ഈക്വൽ ടു 2 കൂളം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 4 സെൻറ്റിമീറ്റർ ആണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇത് കണ്ടുപിടിക്കുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നമുക്ക് എന്താ പറയാനുള്ളത്? ഇനിയാണ് അടുത്ത, ഞാൻ പറഞ്ഞു ε0 ടേമിനെ കുറിച്ച് ഞാൻ പറയാമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. നമുക്കറിയാം ε0 എന്ന് പറയുന്നത്, ഇത് എപ്സിലോൺ ആണ്. എപ്സിലോൺ ഇട്ടിട്ട് അടിയിൽ 0 ഇടുമ്പോൾ നമ്മൾ എന്ത് വിളിച്ചു? ε0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ കാണിക്കുന്നതാണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ എയറിലുള്ള പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഫ്രീ സ്പേസ്. എന്താ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, പെർമിറ്റ് ചെയ്യാനുള്ള കഴിവ്. എന്തിനെയാണ് ഇവിടെ പെർമിറ്റ് ചെയ്യുന്നത്? ഇലക്ട്രിക് ലൈൻസിനെയാണ്, ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ പെർമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പെർമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കടത്തി വിടുക അല്ലേ? പെർമിറ്റ് ചെയ്യുക. നമ്മൾ ആ ടേമിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം, പെർമിറ്റ് ചെയ്യുക. അപ്പോൾ പെർമിറ്റിവിറ്റി, അപ്പോൾ ഫ്രീ സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കടത്തി വിടാനുള്ള കഴിവിനെയാണ് നമ്മൾ ε0 എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഇനി അടുത്ത ടേമാണ് എപ്സിലോൺ. വെറുതെ എപ്സിലോൺ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർമിറ്റിവിറ്റി ഇൻ മീഡിയം. മീഡിയത്തിലുള്ള പെർമിറ്റിവിറ്റി. മീഡിയം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എയർ ആവാം, വാട്ടർ ആവാം, ലിക്വിഡ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പം അതിനെ കടത്തിവിടാനുള്ള കഴിവ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഞാനത് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ മീഡിയത്തിലുള്ള പെർമിറ്റിവിറ്റി, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മളിവിടെ വയ്ക്കുന്ന മീഡിയം ഒന്നില്ലെങ്കിൽ ലിക്വിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതിലുള്ള പെർമിറ്റിവിറ്റി, അപ്പോൾ ഇതിനെ പറയുന്നതാണ് പെർമിറ്റിവിറ്റി ഇൻ മീഡിയം എന്ന് പറയുന്നത്. അടുത്തൊരു ടേമും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം, ε0 എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ε0 എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. ε0 എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്.
അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതി എന്ന് വെച്ചാൽ നമ്മൾ എഴുതിയ ഇക്വേഷൻ എന്താ? F is equal to 1/4 ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് 1/4 എപ്സിലോൺ 0 Q1 Q2 R² എന്ന് പറഞ്ഞ് ഞാനൊരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇവിടെ എഴുതിയേക്കുന്നത് ഞാൻ എപ്സിലോൺ 0 എന്നാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് എന്തിനെ കാണിക്കുന്നതാണ്? ഏത് ഫോഴ്സിനെയാണ്? ഏതിനെ കാണിക്കുന്നതാണ്? ഇൻ ദ കേസ് ഓഫ് എയറിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. മനസ്സിലായോ? എപ്സിലോൺ 0 എഴുതിയതുകൊണ്ട് ഇൻ ദ കേസ് ഓഫ് എയർ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇൻ ദ കേസ് ഓഫ് എയർ. മനസ്സിലായോ? ഇനി ഞാനിപ്പോൾ എഴുതാണ് എപ്സിലോൺ. ഇപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ എന്ന് മാത്രമാണ് ഞാൻ എഴുതിയേക്കുന്നത്. എന്നിട്ട് Q1 Q2 R². എന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താ? എപ്സിലോണിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇൻ ദ കേസ് ഓഫ് ഏതെങ്കിലും ഒരു മീഡിയം, ഞാനിപ്പോൾ രണ്ട് ചാർജസിൻ്റെ ഇടയിൽ ഞാനൊരു മീഡിയം, ഇപ്പോൾ ഈ രണ്ട് ചാർജസിൻ്റെ ഇടയിൽ ഞാനൊരു മീഡിയത്തിന് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അത് ഏത് വേണമെങ്കിലും ആവാം, ലിക്വിഡ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഞാനിവിടെ വെച്ചൊരു മീഡിയം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീഡിയം വെച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ മീഡിയം ഉണ്ട്. അതേസമയം ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ എയർ ആണ് അവിടുത്തെ മീഡിയം എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇൻ ദ കേസ് ഓഫ് മീഡിയം, അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സംശയം തോന്നാം, പ്രോബ്ലം ചെയ്യണ സമയത്ത് ഈ മീഡിയത്തിൻ്റെ വാല്യൂ തരുമോ എന്നുള്ളത്. മീഡിയത്തിൻ്റെ വാല്യൂ തരും. ഇപ്പം എന്നിട്ട് അറിയാം വാട്ടറൊക്കെ ആണെങ്കിൽ അത് 81 ആണ്. ഓരോ മീഡിയത്തിനനുസരിച്ച് അതിൻ്റെ വാല്യൂസ് നമുക്ക് തരും. അടുത്തത് ഇനി അടുത്തതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞ ടേം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് അടുത്തതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ആണ്. എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ? റേഷ്യോ ഓഫ് ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? പെർമിറ്റിവിറ്റി ഇൻ മീഡിയം, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഇൻ മീഡിയം ആണ്, ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ്. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് നോക്കിയേ. ഞാനിപ്പോൾ ഇതിന് ഓരോ ഇക്വേഷൻ നമ്പർ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കൊടുത്ത ഇക്വേഷൻ നമ്പർ എത്രയായിരുന്നു? 3 ആയിരുന്നു നമ്മൾ ഇക്വേഷൻ നമ്പർ കൊടുത്തത്. ഞാനിപ്പോൾ ഇതിന് 4 എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ നമ്പർ കൊടുക്കുകയാണ്. ഇക്വേഷൻ 4. ഇതിന് ഞാനൊരു ഇക്വേഷൻ 5 എന്ന് കൊടുക്കുകയാണ്. ഇനി ഇവിടെ നമുക്കറിയാം, ഇത് നമ്മൾ എന്തിനെ കാണിച്ച്? എയറിലുള്ള റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ് ഇൻ ദ കേസ് ഓഫ് എയർ. അപ്പോൾ ഈ എഫിൻ്റെ താഴെ ഞാൻ എയർ എന്നെഴുതി. ഇതെന്തിനാണ് കാണിക്കുന്നത്? മീഡിയത്തിനെ കാണിക്കുന്നതാണ്. അപ്പോൾ എഫിൻ്റെ താഴെ ഞാൻ മീഡിയം എന്നെഴുതി. ഇനി നമുക്ക് വേണ്ടത് ഇപ്പോൾ എപ്സിലോണിൻ്റെ വാല്യൂ ഇനി നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ എപ്സിലോണിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാം? നമുക്കറിയാം, നമുക്കൊരു വാല്യൂ ഇപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് എപ്സിലോണിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു വാല്യൂ ഒരു ഇക്വേഷൻ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആ ഒരു ആളെ ഇവിടെ നിർത്തണം. അതായത് കണ്ടുപിടിക്കേണ്ട ആളെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് നിർത്തിയിട്ട് ബാക്കി ആൾക്കാരെ എന്ത് ചെയ്യണം? ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലേ? അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എപ്സിലോണിനെ നമ്മൾ അവിടെ തന്നെ നിർത്താം. എപ്സിലോൺ 0നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എപ്സിലോണിൻ്റെ വാല്യൂ കിട്ടില്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? എപ്സിലോൺ ആർ എപ്സിലോൺ 0 ഈക്വൽ ടു എപ്സിലോൺ. മനസ്സിലായോ? എപ്സിലോൺ ആർ എപ്സിലോൺ 0 എന്ന് പറയുന്നത് ഈക്വൽ ടു എപ്സിലോൺ എന്ന് കിട്ടിയില്ലേ? സംശയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം എളുപ്പമല്ലേ ഇത്. കാരണം ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തുള്ള നമുക്ക് ഇവിടെ എപ്സിലോണിനെ മാത്രം മതി. അപ്പോൾ അതിൻ്റെ കൂടെ കിടക്കുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകും. കുഞ്ഞി മാത്സ് ആണ് നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളത്, ചെറിയ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു മാത്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എപ്സിലോൺ ആർ എന്ന് പറയുന്നത് എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ 0 എപ്സിലോൺ ആർ, അല്ലെങ്കിൽ എപ്സിലോൺ ആർ എപ്സിലോൺ 0 എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട്
എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് 6 ഇക്വേഷൻ 6 ഇൻ ഇക്വേഷൻ ഏതിൽ? 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇവിടുത്തെ ഈ എപ്സിലോണിൻ്റെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? എപ്സിലോൺ 0 എപ്സിലോൺ ആറിന് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? എഫ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1/4 എപ്സിലോണിൻ്റെ സ്ഥാനത്ത് ഞാൻ ആരെ കൊടുത്തു? എപ്സിലോൺ 0 എപ്സിലോൺ ആറിന് ഞാൻ കൊടുത്തു ഇൻറ്റു Q1 Q2/r². ഇനിയിപ്പോൾ ഇത് നോക്കിയേ, ഈ ഇക്വേഷൻ കുറച്ച് വലിയ ഇക്വേഷൻ അല്ലേ? വലിയ ഇക്വേഷൻ എന്ന് പറയാനില്ല, എന്നാലും കുറച്ച് ഇതല്ലേ, നമുക്ക് അതിനൊന്ന് ഷോർട്ട് ആക്കാം. അപ്പോൾ ഇത് ഏതിൻ്റെ കേസ്? അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ എഫ് മീഡിയത്തിൻ്റെ കേസാണ്. കാരണം എപ്സിലോൺ വരുമ്പോൾ അത് മീഡിയത്തിനെ കാണിക്കുന്നതല്ലേ. അപ്പോൾ എപ്സിലോൺ 0 എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാലും എപ്സിലോൺ തന്നെയല്ലേ. അപ്പോൾ അതായത് അത് മീഡിയത്തിനെ കാണിക്കുന്നതല്ലേ. അപ്പോൾ ഞാനിവിടെ മീഡിയം എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ മീഡിയം എന്ന് കൊടുത്തു ഇസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 എപ്സിലോൺ. ഞാൻ എന്ത് ചെയ്തു? എപ്സിലോൺ ആറിനെ ഞാൻ കുറച്ചങ്ങോട്ട് നീക്കി എഴുതി. 1/εr നീക്കി എഴുതി. എന്നിട്ട് ബാക്കിയുള്ളവരെ ഞാൻ അടുപ്പിച്ചെഴുതി 1/4 എപ്സിലോൺ 0 Q1 Q2/r² എന്ന് എഴുതി. എങ്ങനെ എഴുതിയാലും തെറ്റില്ലല്ലോ. ഇങ്ങനെ എഴുതിയാലും ഇക്വേഷൻ ശരി തന്നെയല്ലേ? ഇനി സംശയമുള്ള കുട്ടികളാണെങ്കിൽ അത് ഇക്വേഷൻ ശരിയാണ്. കാരണം ഇപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? ഇൻറ്റു ആണ് അല്ലേ? 1/εr ഇൻറ്റു 1/4 എപ്സിലോൺ 0 ഇൻറ്റു Q1 Q2/r² എന്നാണ്. നമ്മളതിന് മൊത്തത്തിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണ്ടേ? 1/4 എപ്സിലോൺ 0 എപ്സിലോൺ ആർ Q1 Q2/r² എന്ന് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇനി നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് നോക്കിയേ. 1/4 എപ്സിലോൺ 0 Q1 Q2/r² എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നതാ? എയറിലുള്ള എഫ് എയറിനെ കാണിക്കുന്നതല്ലേ? 1/4 എപ്സിലോൺ 0 Q1 Q2/r² എന്ന് പറയുന്നത് എഫ് എയറിനെ കാണിക്കുന്നതല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? എഫ് എയർന്ന് കൊടുത്തൂടെ? അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് വരും? എഫ് മീഡിയം ഈക്വൽ ടു 1/εr. ഇവിടെ 1/4 എപ്സിലോൺ 0 നമ്മൾ എഫ് എയർ എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളൊന്ന് ഒരുമിച്ച് എഴുതാലോ. എഫ് മീഡിയം ഈസ് ഈക്വൽ ടു എഫ് എയർ ബൈ എപ്സിലോൺ ആർ എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ കേസിൽ ഏതാ? എയറിൻ്റെ കേസിൽ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് എയർ, ഇൻ ദ കേസ് ഓഫ് എയർ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് 1 ആണ്. അതേസമയം വാട്ടറിൻ്റെ ഒക്കെ കേസിൽ ബാക്കി എല്ലാത്തിനും ആയിരിക്കും. ഈക്വൽ ടു 81 ഒക്കെയാണ് അതിൻ്റെ വാല്യൂസ് വരുന്നത്. അപ്പോൾ ഇവിടെ എയറിൻ്റെ കേസിലാണെങ്കിൽ എഫ് മീഡിയം എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് വരും? എപ്സിലോൺ ആറിൻ്റെ സ്ഥാനത്ത് 1 എന്ന് വരും. മനസ്സിലായോ? ഇനി അടുത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു പെർമിറ്റിവിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കടത്തിവിടാനുള്ള കഴിവ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത് എന്താ? പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കടത്തിവിടാനുള്ള കഴിവ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു മീഡിയത്തിനെ ഞാനിവിടെ പ്ലേസ് ചെയ്യുക. എന്താ വെച്ച് കഴിഞ്ഞാൽ മീഡിയം, ഈ മീഡിയത്തിൽ ഞാനിപ്പോൾ ഇവിടെ ഏതെങ്കിലും, ഇപ്പോൾ എയർ ആണെങ്കിൽ ഇവിടെ മീഡിയം എന്ന് പറയുന്നത് എന്താ പറയുക, എപ്സിലോൺ 0 ആണ് നമ്മളതിൻ്റെ പെർമിറ്റിവിറ്റി എടുക്കുന്നത്. അതേസമയം മീഡിയത്തിൻ്റെ കേസിൽ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ ലിക്വിഡോ എന്തെങ്കിലും ഒരു മീഡിയം നമ്മളിവിടെ 2 ചാർജസിൻ്റെ ഇടയിൽ വയ്ക്കും. മീഡിയം ഇപ്പോൾ ഈ ഒരു ചാർജ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആണ് എന്ന് വിചാരിക്കാം. ഈ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന, ഈ ഒരു ചാർജ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കാം. നമ്മളിവിടെ